രാഗമാലിക മ്യൂസിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് വിവിധ ശ്രുതികളിൽ സപ്തസ്വരങ്ങൾ ആലപിച്ചു നോക്കാം. അതിലൂടെ നമുക്ക് നമ്മുടെ ശ്രുതി അഥവാ പിച്ച് ഏതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആദ്യമായി എ സ്കെയിലാണ് പാടുന്നത്. എ സ്കെയിൽ അഥവാ 6 ഘട്ട ശ്രുതി. വെസ്റ്റേണിൽ എ സ്കെയിൽ എന്ന് പറയും, കർണാട്ടിക്കിൽ 6 ഘട്ട ശ്രുതി. എ സ്കെയിലും പിന്നെ സി പിന്നെ ജി, അങ്ങനെ 3 ശ്രുതികളിൽ നമുക്ക് സപ്തസ്വരങ്ങൾ പാടി നോക്കാം. ആദ്യമായി എ സ്കെയിലാണ് പാടി നോക്കുന്നത്. ഞാൻ പാടുമ്പോൾ നിങ്ങളും ഒന്ന് പാടി നോക്കിയാൽ മതി. ഈ സപ്തസ്വരങ്ങൾ പാടുന്നതിന് മുമ്പ് ശ്രുതി അഥവാ സാപ്പാസ എന്നുള്ള സ്വരങ്ങൾ കൂടി പാടി നോക്കാം. അതിനുശേഷം സപ്തസ്വരങ്ങൾ പാടി നോക്കാം. അടുത്തത് സി സ്കെയിലിൽ ഒന്ന് പാടി നോക്കാം. അപ്പോൾ ഇപ്പോൾ പാടിയത് എ സ്കെയിലും, അടുത്ത് വരുന്നത് സി സ്കെയിൽ, അതായത് പുരുഷന്മാർക്ക് ഉള്ള ശ്രുതിയാണ് സി അഥവാ 1 ഘട്ട ഉള്ളത്. അതിൽ നമുക്ക് പാടി നോക്കാം. ആദ്യം 6 ഘട്ട ശ്രുതിയിലാണ് പാടിയത്, ഇപ്പോൾ 1 ഘട്ട ശ്രുതിയിലാണ് പാടുന്നത്. അപ്പോൾ ആദ്യം പാടിയതും ഇപ്പോൾ പാടിയതിൻ്റെ ആ ശബ്ദത്തിൻ്റെ, അതായത് നമ്മൾ പാടുന്നതിൻ്റെ ഒരു റേഞ്ച് അല്ലെങ്കിൽ നമ്മൾ പിച്ച് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് വിവിധ ശ്രുതികളിൽ പാടുന്നത്. Sa ni
രേ സ. അടുത്തത് ജി സ്കെയിലാണ് പാടുന്നത്. ജി സ്കെയിൽ എന്നാൽ 5 ഘട്ട ശ്രുതി. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ 3 ശ്രുതികളിലും പാടിയപ്പോൾ ആ 3 ശ്രുതികളിലും പാടാൻ വേണ്ടി ശ്രമിക്കുക, പാടി നോക്കുക. അപ്പോൾ ചില ശ്രുതികൾ നമുക്ക് വിഷമമില്ലാതെ സ്ട്രെയിൻ വരാതെ പാടാൻ പറ്റും. അതിലൂടെ നമുക്ക് പറ്റിയ പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയും ശ്രുതികളുണ്ട്. അടുത്ത വീഡിയോയിൽ മറ്റുള്ള ശ്രുതികളെ പറ്റി ഒന്ന് ഇതുപോലെ നമുക്ക് പാടി നോക്കുമ്പോൾ നമ്മളുടെ തൊണ്ടയുടെ റേഞ്ചും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. നമ്മൾ സംഗീതം അഭ്യസിച്ചു തുടങ്ങുന്നത് മായ, മാളവ, ഗൗള എന്ന രാഗത്തിലാണ്. താളം ആദി താളം അഥവാ ചതുരസ്ര ജാതി ത്രിപുട താളത്തിലാണ്. താളത്തെക്കുറിച്ച് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. മറ്റുള്ള ശ്രുതികളെക്കുറിച്ചും ആദി താളം എങ്ങനെ അടിക്കാമെന്നുള്ളതും അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം.